മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് പ്രചാരണ വിഷയമാക്കാൻ LDF മൂന്നാം സീറ്റ് നിഷേധിച്ച് ലീഗിനെ അവഗണിച്ചത് LDF പ്രചാരണ രംഗത്ത് ഉന്നയിക്കും. ലീഗ് അണികളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് നീക്കം. മലബാർ മേഖലയിൽ വിഷയം ശക്തമായി ഉന്നയിക്കാൻ CPIM നേതൃത്വത്തിൽ ധാരണയായി. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന് ലീഗ് മാത്രമല്ല കോൺഗ്രസിനുള്ളിലുള്ളവർ തന്നെ പറയുന്നത്, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. ഇപ്പോൾ മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന ഫോർമുലയ്ക്ക് അവർ വഴങ്ങുന്നുണ്ടെങ്കിലും അത് മുന്നണിക്ക് പുറത്ത് പ്രത്യേകിച്ചും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കം എങ്ങനെയാണ് ഇപ്പോൾ ഇടതുമുന്നണി ആലോചിച്ചുറപ്പിക്കുന്നത്? ശ്രീജിത്ത്. സുജിയ, ലീഗിന് മൂന്നാം സീറ്റുണ്ട് എന്ന അർഹതയുണ്ട് എന്ന കാര്യം ലീഗ് മാത്രമല്ല, കോൺഗ്രസിലെ നേതാക്കൾ മാത്രമല്ല, LDFിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPIM ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലീഗിന് മൂന്നാം സീറ്റിനുള്ള അർഹതയുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, ജനകീയ അടിത്തറയുണ്ട് എന്ന കാര്യമാണ് ഇന്നലെ LDF കൺവീനർ EP ജയരാജനും CPF സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവും അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് UDFിൻ്റെ നട്ടലായ ലീഗിനെ തുടർച്ചയായി അവഗണിക്കുന്നു, UDFിൽ ലീഗ് ശ്വാസം മുട്ടുന്നു എന്ന വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി പ്രചരണ വിഷയമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് CPIM പോകുന്നത്. ഇന്നലെ ചേർന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചു. UDFിൽ ലീഗ് ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഈ വിഷയം ശക്തമായി ഉന്നയിച്ച് ലീഗ് അണികളെ LDFിൻ്റെയൊക്കെ അടുപ്പിക്കുക, ലീഗ് പ്രവർത്തകരുടെ വോട്ട് നേടുക എന്നീ ലക്ഷ്യം വെച്ചാണുള്ള ശക്തമായ പ്രചരണം നടക്കുന്നത്. മാത്രമല്ല, UDFിൽ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഇടപെടലായിട്ടും ഈ പ്രചാരണ വിഷയത്തെ നമുക്ക് ഏറ്റെടുക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ലീഗ് മുന്നണിയിൽ തൃപ്തരല്ല എന്ന ഒരു കാര്യം ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPIM LDFും തീരുമാനിച്ചിരിക്കുന്നത്. ലീഗിനെ പരിഹാസ കഥാപാത്രമാക്കുന്നു എന്നാണ് CPIM നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ലീഗാണ് UDFിൻ്റെ നട്ടല്. ലീഗില്ലെങ്കിൽ പിന്നെ UDF ഉണ്ടോ, കോൺഗ്രസ് ഉണ്ടോ എന്ന ചോദ്യം ഇന്നലെ പല ആവർത്തി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത് പ്രത്യേകമായ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണ പരിപാടിയാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇക്കാര്യത്തിൽ മലബാർ മേഖലയിൽ എന്ന് പറയുമ്പോൾ സീറ്റുകളിൽ കൂടി കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധ്യത ഇടതുപക്ഷത്തിന്റെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ പരിഗണിച്ചു വരുന്നത്? മൂന്നാം സീറ്റ് നിഷേധിച്ചു, ലീഗിന്റെ ആവശ്യങ്ങളോട് കാണിക്കുന്ന മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം, ഒപ്പം ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ എടുത്ത സമീപനം, ഇതെല്ലാം വോട്ട് വിഷയങ്ങളാക്കി മാറ്റാനാണോ മലബാറിൽ ഇടതുമുന്നണി പദ്ധതി ഇടുന്നത്? ശ്രീജിത്ത്. സുജയ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ലീഗിന് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട്. ലീഗിന് ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്. ലീഗ് പ്രവർത്തകർ വലിയ തോതിലുള്ള ഒരു വോട്ട് ബാങ്കാണ് അവിടെ. ലീഗ് വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ആ ലീഗ് വോട്ട് ബാങ്ക് വഴി കടന്നു കയറാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് കൂടിയാണ്. അപ്പോൾ ലീഗിനെ അവഗണിക്കുന്നു, ലീഗിനെ പരിഹാസ കഥാപാത്രമാക്കുന്നു, ലീഗിനെ മുന്നണിയിൽ ശ്വാസം മുട്ടിക്കുന്നു എന്ന പ്രചാരണം ശക്തമായി ഉയർത്തുമ്പോൾ ലീഗ് ഇപ്പോൾ തന്നെ ഇടതുമുന്നണിയുമായി അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ലീഗിനകത്തുണ്ട്, ലീഗിൻ്റെ വോട്ട് ബാങ്കിലുണ്ട്, ലീഗിൻ്റെ ജനകീയ അടിത്തറ എന്ന് പറയുന്ന സംസ്ഥയിലുമുണ്ട്. അപ്പോൾ ഇത്തരക്കാരുടെ വോട്ടുകൾ, ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള പ്രചാരണമാണ് CPIM ഒരുക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ്. രാജ്യസഭാ സീറ്റ് ഇനി വരാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോൾ യാഥാർത്ഥ്യമെടുത്താൽ ലീഗിന് ഒരു ഉറപ്പും ലഭിച്ചില്ല എന്ന് വേണമെങ്കിൽ പ്രചരിപ്പിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. കാരണം മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞാൽ അത് നൽകണം, അത് ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകേണ്ട ഒന്നാണ്. എന്നാൽ ജൂണിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് നൽകും എന്നതൊരു വാഗ്ദാനം മാത്രമായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് ഈ UDFിനുള്ളിൽ യോജിച്ച് മുന്നോട്ട് പോകണമോ എന്ന ചോദ്യം ഉയർത്തുക വഴി ലീഗ് അണികൾ കൂടി ഒരു ആശയക്കുഴപ്പത്തിൻ്റെ വിത്ത് വിതറുക എന്ന ലക്ഷ്യമാണ് CPIM LDFും നിറവേറ്റുന്നത്. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ ഒരു നീക്കമാണ് ഇടതുമുന്നണി മൂന്നാം സീറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.